നമസ്കാരം. ഞാൻ വെണ്ണല മോഹൻ. മാതൃഭാഷാ ദിന ആശംസകൾ എല്ലാവർക്കും ആദ്യമായി അറിയിക്കുന്നു. നോക്കൂ, മാതാവ്, മാതൃഭാഷ, മാതൃരാജ്യം ഇതൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിയുടെയും വികാരമാണ്. മനുഷ്യ വംശത്തിൽ മാത്രമല്ല, മറ്റ് ഏത് ജീവികൾക്കും അവരുടേതായ ഒരു ലോകവും അവരുടേതായ അതിർവരമ്പുകളും, എന്തിന് ആനയ്ക്ക് പോലും അങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് ജീവിക്കും മാതൃത്വം, അതേപോലെ മാതൃരാജ്യം എന്നുള്ളതൊക്കെ ഒരു വികാരമാണ്. ഈ മാതൃഭാഷയും ഈ മാതാവും മാതൃരാജ്യവും അല്ലാതാകുന്ന സമയത്താണ് ആത്മാവില്ലാത്ത മനുഷ്യനായിത്തീരുന്നത് നമ്മൾ എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിജീവനത്തിൻ്റെയും അതേപോലെ തന്നെ കടന്നുവരവിൻ്റെയും കാലഘട്ടത്തിലാണ് നമ്മൾ. ഭാഷ നോക്കി നഷ്ടപ്പെടുന്നു എന്ന് വച്ചാൽ സംസ്കാരം നഷ്ടപ്പെടുന്നു, പൈതൃകത്വം നഷ്ടപ്പെടുന്നു, സ്വത്വബോധം നഷ്ടപ്പെടുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, മലയാളിയുടെ ഒരു വ്യത്യാസം. കോടതിയിൽ പോയാൽ ജഡ്ജി മലയാളിയാണ്, വാദിയും പ്രതിയും മലയാളിയാണ്, വക്കീൽ മലയാളിയാണ്. എന്നാൽ വാദമോ ഇംഗ്ലീഷിലും. മലയാളി വരൻ, മലയാളി വധു, വീട്ടുകാർ മലയാളി, വിളിക്കപ്പെടേണ്ടത് മലയാളികളെ. നമ്മൾ ഇംഗ്ലീഷിലാണ് കത്തെഴുതുക. അതാണ് എന്തോ അഭികാമ്യം എന്നാണ് നമ്മൾ കരുതുന്നത്, അതാണ് അന്തസ്സെന്ന് നമ്മൾ കരുതുന്നു. ഇപ്പോഴും ഭാഷാപരമായ ഒരു അടിമത്തം നിലയ്ക്കുകയോ ഒരു അധിനിവേശത്തിൽ പെട്ടിരിക്കുകയോ ചെയ്യുന്നവരാണ് നമ്മൾ. അതിൽ നിന്നൊരു അതിജീവനം ഉണ്ടായാൽ മാത്രമേ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയൂ. ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ നമ്മളുടെ പാരമ്പര്യത്തിലേക്ക്, സ്വത്വബോധത്തിലേക്ക്, മൂല്യവത്തായ ഒരു സംസ്കാരത്തിലേക്കൊക്കെ നടന്നു നീങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഭൂമികയിൽ നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് കളിയാക്കി പറഞ്ഞത്, 6 മലയാളിക്ക് 100 മലയാളം എന്നും 100 മലയാളിക്ക് 6 മലയാളം എന്നും ഒരു മലയാളിക്കും മലയാളമില്ലെന്നും അദ്ദേഹം പരിഹസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് മലയാളമില്ലാത്ത, ഇംഗ്ലീഷില്ലാത്ത മംഗ്ലീഷിൽ കൂടി നടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത് ഗാന്ധിയുടെ വരികളാണ്. ഗാന്ധി പറഞ്ഞു ഒരിക്കൽ, ഏത് ഭാഷയും ഞാൻ സ്വീകരിക്കും, ഞാൻ എൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു, ഏത് ഭാഷ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാം, പക്ഷേ എൻ്റെ അസ്തിത്വത്തെ തകർത്ത് കളയുന്ന ഒന്നിനെയും ഞാൻ സ്വീകരിക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഭാഷ നഷ്ടപ്പെട്ട ഒട്ടേറെ രാഷ്ട്രങ്ങൾ ഇന്നുണ്ട്. ഭാഷയിലൂടെയാണ് നാം ഓരോ കാര്യങ്ങളും തിരിച്ചറിയേണ്ടത്. എല്ലാ ഭാഷകളും നാം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഉന്നമനത്തിനുള്ളതാണ് എന്ന് വച്ച് സ്വന്തം മാതൃഭാഷ ത്യജിച്ചുകൊണ്ടാവുമ്പോൾ നാം നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിലെ സത്യം. ഈ നഷ്ടപ്പെടലുകൾ ഇല്ലാതിരിക്കാൻ, നമുക്ക് നമ്മളായി നിൽക്കാൻ ഈ മാതൃഭാഷ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് മാതൃഭാഷാ ദിനത്തിലെങ്കിലും നാം ഇത് ഓർക്കുകയും അത് തുടരുകയും ചെയ്യുമ്പോൾ ഇത് പ്രസക്തമായ ഒരു ദിനമായി മാറുന്നു. നന്ദി, നമസ്കാരം.